എൻ്റെ പേര് ആൽവിൻ റാഫേൽ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. 2013 ഞാൻ ബിടെക് പാസ്സായത്. പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ കുറേ ടെസ്റ്റുകൾ എഴുതി, ഗവൺമെൻറ് ടെസ്റ്റുകൾ കുറേ എഴുതി നോക്കി. SSC എഴുതി, PSC എഴുതി, ബാങ്ക്, അത് ഒന്നും രക്ഷയില്ലാണ്ട് വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഒത്തിരി പുറകോട്ടാണ്. കോമ്പറ്റീഷൻ പരീക്ഷകൾ എഴുതി പാസ്സാവില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പഠിക്കാൻ കൊല്ലത്ത് പോയി. അവിടെ നിന്നൊരു 8 മാസത്തിൽ കൂടുതൽ പഠിച്ചു. എന്നിട്ടും ജോലി അവിടെ എൻ്റെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടി, എനിക്കും കിട്ടിയിരുന്നില്ല. അപ്പോൾ മനസ്സിലായി ഇത് പഠിച്ചിട്ടും കാര്യമില്ല, എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്ന് ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം എൻ്റെ പ്രൈവറ്റ് ജോലി നോക്കാമെന്ന് ഓർത്ത് ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ നമുക്ക് പറയാനായിട്ട് അവർ ചോദിക്കണ കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാനുള്ളൊരു കഴിവില്ല. അപ്പോൾ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇതിനെ എടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ ഗവൺമെൻറ് ജോലിയില്ല, പ്രൈവറ്റ് ജോലിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 2 കൊല്ലത്തോളം കഴിഞ്ഞപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് ഒരു പോസ്റ്റൽ അസിസ്റ്റൻ്റാണ്. അപ്പം അങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അപ്പം അവിടെ അന്ന് 2014 GDS ആയിട്ട് എനിക്കിപ്പോൾ 10 മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻ പരീക്ഷ വന്നു കഴിയുമ്പോൾ എനിക്ക് മാർക്കുകളില്ല. അപ്പം പഠിക്കണ കാര്യം പഠിച്ച് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് അങ്ങനെ എഴുതും എന്നല്ലാണ്ട് അത് എങ്ങനെ പ്രായോഗികത്തിൽ വരുത്തണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം മത്സര പരീക്ഷകളിൽ എപ്പോഴും പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 10 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് ഹസ്ബൻഡ് വഴി അറിയാൻ ഇടയായി. അങ്ങനെ GDS ആയിട്ട് എനിക്ക് പ്രമോഷൻ കിട്ടി. ഞാൻ ആ GDS പോസ്റ്റിലേക്ക് വന്നു. GDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ തന്നെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയിട്ടില്ല, ഒരു പാർട്ട് ടൈം ജോലി പോലെയേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ, ഞാൻ ആ സമയത്ത് 3 വർഷം കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാലൊക്കെ ടെസ്റ്റ് എഴുതായിരുന്നു. ആ ടെസ്റ്റ് എഴുതി പാസ്സായാൽ മാത്രമേ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ആവുകയുള്ളൂ. അത് ടെസ്റ്റ് പാടാണ്, ഒത്തിരി പേരുണ്ടാവും. GDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫുകൾ കുറവാണ്. അപ്പോൾ വേക്കൻസി കുറവാണ്. ഞാൻ ആദ്യം ടെസ്റ്റ് എഴുതി, സാധാരണ പോലെ തന്നെ എഴുതണ പോലെ തോറ്റും പോയി. ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് നിരാശയൊന്നും തോന്നുന്നില്ല, കാരണം അത് സ്ഥിരമുള്ള ഇതാണ്. ഞാൻ ടെസ്റ്റുകൾ എഴുതും പരാജയപ്പെടുന്നത് പതിവുള്ളതാണ്. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാ കോമൺ പരീക്ഷകളിലും പരാജയപ്പെട്ടു. ഇപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനത്തെ ഒരു GDS പരീക്ഷ കുറച്ച് എല്ലാവരുടെയും കൂടെയുള്ളല്ല മത്സരിക്കണത്, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. 500 പേരുടെ പരീക്ഷ പോലും പാസ്സാവാൻ പറ്റണില്ലല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സ് ഒത്തിരി തളർന്നു പോയായിരുന്നു. അങ്ങനെ പിറ്റേ വർഷം ആ സമയം അടുത്ത പ്രൊമോഷൻ ടെസ്റ്റിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ അതും ശ്രമിച്ചു, എഴുതി നോക്കി. അപ്പോൾ എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആൻറ്റി 2018 ആൻറ്റി പറഞ്ഞു ഇങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കന്ന് അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. പക്ഷേ ഫോണിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഫോണിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്തായിരുന്നു, റിക്വസ്റ്റും ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന് 2 വേക്കൻസി ഉള്ളൂ. 500 കൂടുതൽ ആൾക്കാർ എഴുതുന്ന എക്സാമാണ്. 2 വേക്കൻസി, ഒരെണ്ണം ജനറൽ കാറ്റഗറിയിലും ഒരെണ്ണം OBC കാറ്റഗറിയിലും. 2 വേക്കൻസി ഉള്ളൂ. അപ്പം OBCയിൽ കിട്ടിയ കുട്ടിക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ആയതുകൊണ്ട് ആ കുട്ടീനെ ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിച്ചു. അങ്ങനെ OBCയിൽ ഒരു വേക്കൻസി വന്നു. അപ്പം അങ്ങനെയാണ് OBCയിൽ, ഞാൻ OBC ആയിരുന്നു, OBCയിൽ ആ ഒരൊറ്റ വേക്കൻസിയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ എന്നേലും കൂടുതൽ മാർക്കുള്ള ജനറൽ കാറ്റഗറിയിലെ കുട്ടി, വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം മാർക്കുള്ള കുട്ടി ഉണ്ടായിരുന്നു. ഈ OBCയിൽ മറ്റേ OBCക്കാരിയായ കുട്ടി മാർക്ക് കൂടുതൽ കിട്ടിയതുകൊണ്ട് അത് ജനറൽ കാറ്റഗറിയിലേക്ക് മാറി. ഇപ്പോഴാണ് എനിക്ക് OBCയിൽ ഒരു വേക്കൻസി വരികയും അതിനകത്ത് എനിക്ക് കയറിയത്. എനിക്ക് അന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മാതാവ് എനിക്ക് വേണ്ടി ചെയ്യണ ഇത്രയും വലിയ കാര്യങ്ങൾ. നേരെ ഒരു പരീക്ഷ എഴുതി കയറാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. പക്ഷേ ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു സ്വപ്നം മാതാവ് പല വഴിയിൽ കൂടെ ഇങ്ങനെ തുറന്നു തന്നു. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ വർഷമായിരുന്നു അടുത്ത 6ാമത്തെ വർഷമാണ് എനിക്ക് അടുത്ത പ്രൊമോഷൻ ടെസ്റ്റ് എഴുതാൻ സാധിച്ചത്. അടുത്ത പ്രൊമോഷൻ ടെസ്റ്റ് ഇതുപോലെ എഴുതി. അപ്പം ഒരു കഴിവില്ല എന്നോർത്ത് ഇങ്ങനെ മനസ്സ് ഇങ്ങനെ പ്രാർത്ഥനയിലല്ലാണ്ട് നമ്മുടെ സ്വന്തം കഴിവിൽ ഒരിക്കലും കിട്ടൂല എന്ന് വിചാരിക്കുന്ന ഒരു ജോലിയായിരുന്നു സോർട്ടിംഗ് അസിസ്റ്റൻ്റ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പോസ്റ്റൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ആവാന്നുള്ളത്. അപ്പോൾ എനിക്ക് സോർട്ടിംഗ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കതാണ് കൂടുതലിഷ്ടം. അങ്ങനെ
ആറാമത്തെ വർഷം ഞാൻ ടെസ്റ്റ് അഞ്ചാമത്തെ വർഷം ഞങ്ങൾക്ക് കാറ്റഗറി ബിയിൽ എക്സാം എഴുതായിരുന്നു. പക്ഷേ അതിനകത്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ എഴുതി, കിട്ടിയില്ല അതുപോലെ തന്നെ. പക്ഷേ പിന്നത്തെ വർഷം ഞങ്ങൾക്ക് ശരിക്കും 6 വർഷം തികയണ, 6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞങ്ങൾ കാറ്റഗറി എയിലാവും. ആ എയിൽ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ പരീക്ഷ 2 വർഷം, അതിന് മുമ്പത്തെ വർഷം ഞാൻ പഠിച്ചായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പിന്നത്തെ വർഷം ഇതുപോലെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഞാൻ ചെയ്തായിരുന്നു. ഇട്ടിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, മാത്സൊക്കെ കുറേ പഠിച്ചെങ്കിലും പരീക്ഷ പേപ്പർ കൊണ്ടുപോയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ 20 മാർക്കിൽ ഒരു 5 മാർക്കിന് താഴെയുള്ളൂല്ലോ എന്ന് ഓർത്ത് ഒത്തിരി വിഷമിച്ചു പോയായിരുന്നു. അപ്പോൾ റീസണിങ് കുറച്ചും കൂടി എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലായിട്ട് മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷ ഒന്നുമല്ല, മാത്സിലായിരുന്നു കൂടുതൽ മാർക്ക്, റീസണിങ്ങും അതിൽ താഴെ. മൊത്തം വന്നു ഇപ്പോൾ പരീക്ഷ മൊത്തത്തിൽ എല്ലാവർക്കും ടൈറ്റായിരുന്നു. ഞാനപ്പോൾ ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഞങ്ങൾക്ക് 2 ഷീറ്റായിട്ടാണ്. ഒരു ഷീറ്റ് അവർ എടുക്കും, OMR ഷീറ്റ്, ഒരു ഷീറ്റ് അതിൻ്റെ ഒരു കാർബൺ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ കാർബൺ കോപ്പിയിൽ എല്ലാവരും വന്നപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്യും, മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഞാൻ നോക്കിയില്ല, ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. കൃപാസനത്തിൻ്റെ ഉപ്പ് ഞാൻ ആ പേപ്പറിൽ വിതറി അങ്ങനെ തന്നെ അടച്ച് മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ സൈഡിൽ ഞാൻ ആ പേപ്പർ വെച്ചു. അങ്ങനെ റിസൾട്ട് വന്നു. മിക്കവാറും തന്നെ എല്ലാ പ്രാവശ്യവും ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ റിസൾട്ട് 1 വർഷം, ചിലപ്പോൾ 2 വർഷം, അങ്ങനെ ഒത്തിരി താമസിക്കുന്നതാണ്. ഞാൻ എഴുതിയ ഒരു 1.5 മാസത്തിനുള്ളിൽ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 8ാം റാങ്ക് ഉണ്ടായിരുന്നു. ഓൾ കേരള 8ാം റാങ്ക്. ഇതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവ് തന്നതാണ്. അങ്ങനെ ഇത്രയും 8ാം റാങ്ക് വന്നപ്പോൾ നമുക്കിഷ്ടമുള്ളിടത്ത് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊടുപുഴ സോട്ടിങ്ങിൽ ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. തൊടുപുഴ സോട്ടിങ്ങിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് അവിടെ തന്നെ, വീടിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ മാത്രം മതി. എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ തൊടുപുഴ സോട്ടിങ്ങിൽ സോട്ടിങ് അസിസ്റ്റൻ്റായിട്ട് ജോലി ലഭിച്ചു. അപ്പം അങ്ങനെ സന്തോഷത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഈ നവംബറിലാണ് ഞാൻ സെപ്റ്റംബറിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ കുറച്ച് നാൾ നല്ല സന്തോഷത്തോടുകൂടി പോയി. പെട്ടെന്ന് തന്നെ ഡയറക്ടറേറ്റിൽ നിന്നൊരു ഓർഡർ വന്നു, കുറേ സോർട്ടിങ് ഓഫീസുകൾ പൂട്ടണമെന്നും അത് NSH ആയിട്ട് മെർജ് ചെയ്യണമെന്നും, വലിയ ഓഫീസ്, ചെറിയ ഓഫീസുകൾ പൂട്ടി വലിയ ഓഫീസുമായിട്ട് മെർജ് ചെയ്യണമെന്നും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് പൂട്ടി എറണാകുളത്തുള്ള NSH ആയിട്ട് മെർജ് ചെയ്യണമെന്നും പറഞ്ഞുള്ളൊരു ഓർഡർ വന്നപ്പോൾ അത് ഡിസംബർ 7-ാം തീയതിക്കുള്ളിൽ, ഈ വർഷം തന്നെ ഡിസംബർ 7-ാം തീയതിക്കുള്ളിൽ പ്രാബല്യത്തിലാക്കണം എന്നും പറഞ്ഞും ഓർഡർ വന്നു. അപ്പം ഞാൻ തളർന്നു പോയി. കാരണം ഇത്രയൊക്കെ ആക്കി എല്ലാം സെറ്റായി എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തൊടുപുഴയിൽ നിന്ന് എല്ലാ ദിവസവും എറണാകുളത്ത് പോയി ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല. എനിക്ക് പിള്ളേരെയും എല്ലാവരും ഇട്ടുകൊണ്ട് അങ്ങനെ പോക്ക് നടക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ എന്നെ സംബന്ധിച്ച് വേറെ ഒരു നിവൃത്തിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഉടമ്പടി എടുത്തു. നവംബർ 4-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എല്ലാ ഉടമ്പടി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോന്നു. മാക്സിമം എനിക്ക് നൈറ്റായിരിക്കും ജോലി. അപ്പം അത്രയും നാൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പക്ഷേ ഈ സോർട്ടിങ് അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കാരണം മിക്കവാറും തന്നെ ഇറങ്ങുമ്പോൾ 7 മണി രാവിലത്തെ കുർബാന, നമ്മുടെ ഉറക്കവും പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം തന്നെ സർവ്വശക്തിയോടും കൂടി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം എന്നുണ്ടല്ലോ, സർവ്വശക്തിയോട് തന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഇല്ലാത്ത എനർജി എടുത്ത് ഞാൻ ചെയ്യുമായിരുന്നു. പള്ളി മിക്കവാറും തന്നെ മുടക്കാണ്ട് തന്നെ നോക്കും. രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും പോകും. പിന്നെ അങ്ങനെ ഇരുന്ന് നവംബർ 4-ാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. നവംബർ 28-ാം തീയതി ഡൽഹി ഡയറക്ടറേറ്റിൽ നിന്ന് ഓർഡർ വന്നു തൊടുപുഴ സോർട്ടിംഗ് ഓഫീസ് നിലനിർത്താനായിട്ട്. ഇപ്പോഴത്തെ ഓഫീസ് സോർട്ടിംഗ് ആണെങ്കിൽ അതിനെ ICH ആയിട്ട് ഉയർത്തി അവിടെ തന്നെ നിലനിർത്താനുള്ള ഓർഡർ വന്നു. ഇതെല്ലാം മാതാവ് ഏതെല്ലാം വിധത്തിലാണോ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തുടർന്ന് ഇപ്പം ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ജോലിയിലൊരു പ്രശ്നമുണ്ടായി. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു ഡെലിവറി മിസ്സായിട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൾട്ടായി വരുന്ന വേറൊരു ഓഫീസുകാർ ഞങ്ങളുടെ ഓഫീസുകാരുടെ പിഴവാണെന്നും പറഞ്ഞു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എന്നെയായിരുന്നു ബാധിക്കണത്. അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിൻ്റെ രാത്രി ഞാൻ ഒത്തിരി വിഷമിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വന്നല്ലോ, എനിക്കത് അറിയാനും കൂടി പാടില്ല അതെങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷെ അവർ പറഞ്ഞു
നമ്മുടെയാണെന്നാണ് അവർ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തി വാട്സാപ്പ് മെസ്സേജിലൊക്കെ വന്നു. അപ്പം എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തേക്കണവർക്ക് അറിയാം എൻ്റെ ഉത്തരവാദിത്തം എന്നത് ആർക്കാന്നുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ഇതെങ്ങനെ ഇതിനകത്തു നിന്ന് രക്ഷപ്പെടണേ, എനിക്കറിയാൻ പാടില്ല, ഇതെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് പോലും അറിയാൻ പാടില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇന്ന് രാവിലെ അവർ ഞങ്ങളെ കുറ്റപ്പെടുത്തിയ ഓഫീസുകാർക്ക് അവരുടെ തെറ്റായിരുന്നു. ഞങ്ങളുടെ ഓഫീസല്ല, വേറെ ഓഫീസ് ആണ് ആ ഒരു ഫോൾട്ട് സംഭവിച്ചത്, ഞങ്ങളുടെ ഓഫീസല്ല എന്ന് പറഞ്ഞ് അവിടെയും എൻ്റെ അമ്മ ഇങ്ങനെ രക്ഷപ്പെടുത്തി തന്നു. 100 നന്ദി മാതാവിന്. പത്രം കൊടുക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഓരോ പത്രം എടുത്തിട്ട് ഓരോ പത്രത്തിലും ഒരു പ്രാവശ്യം നിശ്വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് സമർപ്പിക്കും. ഞാൻ ഈ പത്രം കൊടുക്കുന്ന ആൾക്ക് ഇതുവഴി ഒരു അനുഭവം ഉണ്ടാക്കി കൊടുക്കണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറ്. ഞാൻ പെട്രോൾ പമ്പിൽ പത്രം കൊടുത്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് അത് മാത്രം ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഡ്യൂട്ടി ഓഫായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒരു ചേച്ചി വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ പ്രതിഷേധ പ്രാർത്ഥനയുടെ കൂടെ ഞാൻ ഇതിങ്ങനെ മനസ്സിലൊരു സങ്കടമായിട്ട് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു ചേച്ചി വന്നിട്ട് മോളെ ചേച്ചിക്ക് വയ്യ, സഹായിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചു. അത് കഴിഞ്ഞ് ആ ചേച്ചി തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുവാണ്, മോളെ ഭക്ഷണം ഉണ്ടോ എന്ന്. അങ്ങനെ ആ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കാം. ഭയങ്കരമായ ഇടപെടലാണ് മാതാവിൻ്റെ ഓരോ കാര്യങ്ങളിലും. ഇതിൽ ആത്മീയമായിട്ട് ഇപ്പം വളരാൻ സാധിക്കുന്നുണ്ട്. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആൽവിൻ റാഫേൽ എന്ന ഈ മകൾ തൻ്റെ വ്യക്തിജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, പഠനമൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥിര ജോലിക്ക് വേണ്ടി, സർക്കാർ ജോലിക്ക് വേണ്ടി ഏറെ ആഗ്രഹത്തോടുകൂടി ഒത്തിരി കോച്ചിങ്ങിന് പങ്കെടുത്തതും പരീക്ഷകൾ എഴുതിയതും എല്ലാം പരാജയപ്പെട്ട് ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുവാനാവാത്ത വിധം തൻ്റെ മെറിറ്റ് വളരെ സീറോയിലേക്ക് എത്തിയിരിക്കുന്നു, ഒന്നുമില്ലാതായിരിക്കുന്നു, തനിക്കൊരു ജോലി സ്വന്തമാക്കുക അസാധ്യമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന നാളുകളിലാണ് കാൻഡിൽ ലൈറ്റ് പ്രേയറിലൂടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതത്തെ ഒന്ന് മാറ്റി സമർപ്പിക്കുന്നത്. പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിത പങ്കാളി വർക്ക് ചെയ്യുന്ന പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക നിയമനത്തിൽ കയറുവാനുള്ള സാധ്യതകളെക്കുറിച്ച് അറിയുന്നത്. അത് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയും താൽക്കാലിക നിയമനത്തിലേക്ക് അങ്ങനെ പ്രവേശിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഒരു സ്ഥിര നിയമനത്തിന് വേണ്ടിയുള്ള പരീക്ഷയ്ക്കുള്ള സാധ്യത എത്തുന്നു. ആ സ്ഥിര നിയമനത്തിൻ്റെ പരീക്ഷയ്ക്ക് 2 ഒഴിവ് മാത്രമാണ് ഉള്ളത്. ആ 2 ഒഴിവിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി 500 പേർ എഴുതുമ്പോൾ മകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതും അമ്മയിൽ മാത്രമാണ് ശരണപ്പെടുക. എൻ്റെ കഴിവ് കൊണ്ട് ഇത് ഒട്ടും നടക്കില്ല, സാധിക്കില്ലെന്ന ബോധ്യത്തിലാണ് ഈ അമ്മ മാതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഈ പരീക്ഷ എഴുതുന്നത്. അവിടെയും മകൾ പറയുന്നുണ്ട്, ഒരു ഒബിസിയിലെ ഒരു കുഞ്ഞിന് ഏറ്റവും കൂടിയ മാർക്ക് ലഭിച്ചുകൊണ്ട് അത് ജനറൽ കാറ്റഗറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മറ്റൊരു ഒബിസിയിലുണ്ടായിരുന്ന മകൾക്ക് ആ ഏക സീറ്റുണ്ടായിരുന്ന അതിലേക്ക്, ആ ഒഴിവിലേക്ക് വേണ്ടി മകൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി, വളരെ അത്ഭുതകരമായി അനേകരിൽ നിന്ന് മകളെ കണ്ടെത്തി തിരഞ്ഞെടുത്ത് മകളുടെ അത്ര നാളത്തെ അമ്മ മാതാവിനോടുള്ള വിശ്വസ്തതയുള്ള പ്രാർത്ഥനയ്ക്ക് മകൾക്ക് ഉത്തരം കൊടുത്തതാണ് ആദ്യം സൂചിപ്പിച്ചത്. വീണ്ടും മകൾ പറയുന്നുണ്ട്, 6 വർഷം കഴിയുമ്പോൾ നടന്ന പ്രൊമോഷൻ ടെസ്റ്റിലും ഇതുപോലെ തന്നെ അത്ഭുതകരമായ അമ്മ മാതാവിൻ്റെ ഇടപെടൽ മകൾക്ക് അനുഭവപ്പെട്ടത്. ആ പരീക്ഷ എഴുതുന്ന സമയത്തും ഒത്തിരി പേർ എഴുതുന്നുണ്ട്, വളരെ കുറഞ്ഞ ഒഴിവുകൾ മാത്രമേ ഉള്ളൂ, എങ്കിലും തൻ്റെ കഴിവ് വളരെ പരിമിതമാണ്, ഒന്നുമില്ല, കഴിവ് കൊണ്ട് ഇത് എഴുതി ജയിക്കുക സാധ്യവുമല്ലെന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട്. അച്ഛനെന്നും ധ്യാനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എഴുതുന്ന പരീക്ഷയിൽ 8ാം റാങ്കോടുകൂടി ഏറ്റവും ഉന്നതമായ വിജയം മകൾ നേടുന്നു. തൊട്ടടുത്തുള്ള പോസ്റ്റൽ സോർട്ടിംഗ് ഓഫീസിൽ തന്നെ മകൾക്ക് അത് ജോലി ശരിയാവുകയും ചെയ്യുന്നു. അപ്പോഴാണ് പുതിയ പ്രതിസന്ധി മകൾ കാണുന്നത്. അത് ആ സോർട്ടിംഗ് സോൺ തന്നെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു.
അപ്പോഴും ഓടി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണം തേടി എറണാകുളം വരെ പോയി ജോലി ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരോടെ സമർപ്പിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഏതാണ്ട് 20 ദിവസം കഴിയുമ്പോൾ സർക്കാർ ഉത്തരവ് മരവിപ്പിക്കുകയും മകൾക്ക് അവിടെ തന്നെ ജോലി തുടരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു ലിങ്കേജിലാകുമ്പോൾ മാതാവിൻ്റെ ചാനലിലേക്ക് നമ്മൾ വളരെ നന്നായി ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ നാം പോകുന്ന വഴികളിലൊക്കെയും നമുക്ക് വേണ്ടത് ഒരുക്കി തന്നുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും അമ്മ മാതാവ് മാറ്റുകയും കൂടുതൽ നമ്മളെ ശക്തിപ്പെടുത്തിയും സമാധാനപ്പെടുത്തിയും സുരക്ഷിതമാക്കി നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തിൻ്റെ അടയാളമാണ് മകളുടെ ഈ സാക്ഷ്യം. മകൾ പറയുന്നുണ്ട്, ഞാൻ നൈറ്റിലാണ് ഡ്യൂട്ടിയെങ്കിലും രാവിലെയുള്ള കുർബാന എങ്ങനെയെങ്കിലും കാണുവാൻ പരിശ്രമിക്കും. കുർബാന മുടക്കാതിരിക്കുവാൻ, പ്രാർത്ഥനയുടെ സമയം തെറ്റാതെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഉടമ്പടി ധ്യാനം കൂടുന്നതിന് വേണ്ടി, സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ അമ്മയിൽ ആശ്രയിച്ച് എന്നെ കൊടുക്കുമ്പോൾ അമ്മ മാതാവ് ഓരോ നിമിഷവും എനിക്കുള്ള ക്ലേശകാലങ്ങളിൽ എനിക്ക് വഴിതെളിച്ചുകൊണ്ട് എന്നെ സുരക്ഷിതയാക്കുകയും എനിക്ക് അനുഗ്രഹമായിട്ടുള്ളത് തരുവാൻ എപ്പോഴും എനിക്ക് കൂടെ വരികയും ചെയ്യുന്നു. സഞ്ചാരി മാതാവെന്ന് വെറുതെയല്ല ഓരോരുത്തരും വിളിക്കുക, കൂടെയുള്ള അനുഭവം കൊണ്ട്, കൂടെ നിന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഓരോരുത്തരും പറയുന്നു, അമ്മ മാതാവ് വെളിപ്പുറത്തുണ്ട്, അമ്മ മാതാവ് കൂടെ വന്നു നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ അമ്മ കൂടെയുള്ളപ്പോൾ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.